നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ എന്ത് നാറിയ കളിയും കളിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്തവരാണ് CPM-കാരെന്ന് നമുക്കേവർക്കും അറിയാം. ഇപ്പോൾ നേമത്ത് പരാജയം സംഭവിക്കും എന്ന് മനസ്സിലാക്കിയ CPM പുതിയൊരു തന്ത്രവുമായി വന്നിരിക്കുന്നു. ഒരുപക്ഷെ അത് CPM-ന്റെ തന്ത്രമാണോ, അതോ CPM-ൽ ഏതെങ്കിലും വിമതനോ അപരനോ ഒക്കെ ഉണ്ടോ എന്ന സംശയം ഇപ്പോൾ ബാക്കിയാവുകയാണ്. ഇപ്പോൾ നേമത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിനെതിരെ CPM-ന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി, ആ ബ്രാഞ്ച് സെക്രട്ടറിയെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ് അപരനായിട്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി അപരനാണോ, ഇത് വിമതനാണോ, അതോ ഇതാണോ യഥാർത്ഥ സ്ഥാനാർത്ഥി എന്ന് പറയേണ്ടത് CPM ആണ്. കാരണം CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഒരാളാണ് ഇങ്ങനെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തിയിട്ടുള്ളത്. ശിവൻകുട്ടിയാണ് സ്ഥാനാർത്ഥി എന്ന് ഒരു വിഭാഗം പറയുന്നു, എന്നാൽ മറുവിഭാഗം പറയുന്നത് ഈ അപരൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആളാണ് സ്ഥാനാർത്ഥി എന്നാണ്. യഥാർത്ഥത്തിൽ ആരാണ് സ്ഥാനാർത്ഥി എന്ന് നേമത്തെ CPM-കാർ തീരുമാനിക്കട്ടെ. അവർ വോട്ട് ചെയ്യുന്നതനുസരിച്ചാവും നമുക്ക് മനസ്സിലാവുക ആരാണ് സ്ഥാനാർത്ഥി എന്ന്. ഇവിടെ മേലാറന്നൂർ A ബ്രാഞ്ച്, അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരിനോട് സാമ്യമുള്ള രാജീവ് കുമാർ എന്നയാൾ. അയാളാണ് ഇപ്പോൾ മത്സര രംഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ CPM-മായി ഒരു ബന്ധമില്ല എന്നാണ് ഇയാൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പാളയത്തിൽ പട കാരണം പുറത്തിറങ്ങിയതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ആ സംശയങ്ങളൊക്കെ അസ്ഥാനത്താണ്. കാരണം CPM-നെ പോലെ ഒരു സംഘടന അവരെ കൊണ്ട് നിർത്തുമ്പോൾ ഒരു പക്ഷേ CPM വിമതനാണോ എന്ന സംശയമുണ്ട്. ഇനി CPM-ന്റെ സ്ഥാനാർത്ഥി ബ്രാഞ്ച് സെക്രട്ടറി ആണോ എന്നും നമുക്കറിയില്ല. ശിവൻകുട്ടി ഒരുപാട് കാലമായി മത്സരിക്കുന്നതുകൊണ്ട് ശിവൻകുട്ടി നോമിനേഷൻ കൊടുത്തതാണോ, അതോ ഈ രാജീവാണോ ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന് പറയേണ്ടത് CPM ആണ്. ഏതായാലും ഇതുവരെ പറഞ്ഞിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ നേമത്ത് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് ആരാണ്? CPM ആണ്. CPM ഇങ്ങനെ ഒരു തന്ത്രത്തിലേക്ക് നീങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശിവൻകുട്ടി അവിടെ വിയർത്തിരിക്കുന്നു എന്ന് തന്നെയാണ്. ശിവൻകുട്ടി പരാജയം മണത്തിരിക്കുന്നു എന്ന് തന്നെയാണ്. ഏതായാലും ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായ പല ആരോപണങ്ങളും നമുക്കറിയാം. ശിവൻകുട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പിനെ ഏത് രീതിയിലാണ് കൊണ്ടുപോകുന്നത് നമുക്കറിയാം. ഇത്രയും ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക്, അതായത് പരീക്ഷ എഴുതാൻ പോലും സാഹചര്യമില്ലാത്ത, ചോദ്യപേപ്പർ ഇല്ലാത്ത പരീക്ഷ എഴുതേണ്ടി വന്ന വിദ്യാർത്ഥികൾ അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. വായിച്ചു നോക്കി, അധ്യാപകൻ വന്ന് വായിച്ച് പറഞ്ഞു കൊടുത്താണ് ക്വസ്റ്റ്യൻ വായിക്കും, അതിന് ഉത്തരം എഴുതണം. കുട്ടികൾക്ക് സ്വന്തമായി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നൽകാനില്ല. ആ അവസ്ഥയിൽ വിദ്യാഭ്യാസ വകുപ്പിനെ എത്തിച്ച ശിവൻകുട്ടിയാണ് ഇപ്പോൾ വലിയ തന്ത്രമൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുള്ളത്. നേമത്തൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുണ്ട്. ഏതായാലും ഇവർ തമ്മിലുള്ള ഡീൽ എന്താണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. ഏതായാലും ഈ നേമത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഇപ്പോൾ ആകെ അവർക്ക് ശത്രുതയുള്ളത് രാജീവ് ചന്ദ്രശേഖറിനോട് മാത്രമാണ്. ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ആകെ ചെയ്യുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ BJP-യുടെ സ്ഥാനാർത്ഥി എതിർക്കുക എന്നുള്ളത് മാത്രമാണ്. സാധാരണഗതിയിൽ കോൺഗ്രസും CPM-ഉം അല്ലേ പരസ്പരം പറയേണ്ടത്. കാരണം ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരിക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം മത്സരിക്കുമ്പോൾ അവർക്ക് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം. ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഇല്ലാത്ത, കേന്ദ്രത്തിൽ മാത്രം ഭരണമുള്ള BJP-യാണ് രണ്ടു കൂട്ടരും ഇപ്പോൾ ബദ്ധശത്രുക്കളായി കാണുന്നത്. എന്താണ് അതിൻ്റെ കാരണമെന്നല്ലേ? കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രോഗ്രസീവായി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പുരോഗമനമുള്ള, പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം BJP-ആണ് എന്നുള്ളത് കൊണ്ടാണ്. ബാക്കി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ ഇസങ്ങൾക്കും അവർക്ക് തളർച്ച സംഭവിച്ചിരിക്കുന്നു, ഡിപ്രീസിയേഷൻ സംഭവിച്ചിരിക്കുന്നു, തേയ്മാനം സംഭവിച്ചിരിക്കുന്നു, ആശയപരമായി വ്യക്തതയില്ലാതായിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന പ്രവർത്തകരുണ്ടായിരിക്കുന്നു, കേഡർ സംവിധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ BJP-ക്ക് മാത്രമാണ് ഇപ്പോൾ മുന്നോട്ട് പോകാനുള്ള, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് വർഷക്കാലം പ്രവർത്തിക്കാനുള്ള ഊർജ്ജമുള്ള ഒരേ ഒരു സംഘടനയായി ദിവസത്തിന് ദിവസം ആൾക്കാരുടെ ഇടയിൽ അക്സെപ്റ്റൻസ് നേടിക്കൊണ്ടുവരുന്നത്. നമുക്കറിയാം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറെ തോൽപ്പിക്കാൻ ഏതടവും അവിടെ എടുക്കും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ BJP ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രാജീവ് ചന്ദ്രശേഖറിന്റെ നമ്പർ ഏതാണ്, അതായത് വോട്ടിംഗ് മെഷീനിൽ നമ്പറിലാണല്ലോ നമ്മൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ നമ്പർ ഏതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തണം. കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള അപരന്മാർക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്. കാരണം കുറച്ചുകൂടി രാഷ്ട്രീയപരമായി കുറച്ചുകൂടി ബോധമുള്ളവരാണ് തിരുവനന്തപുരത്തുകാരെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കാസർഗോഡോ മഞ്ചേശ്വരത്തോ ഒക്കെ അത് സാധിക്കും. വിദ്യാഭ്യാസമില്ലാത്ത കുറേ ആൾക്കാരെങ്കിലും അവിടെ ഉണ്ട്. പക്ഷേ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം തലസ്ഥാന ജില്ല എന്ന രീതിയിൽ എപ്പോഴും രാഷ്ട്രീയം സംസാരിക്കുന്ന, രാഷ്ട്രീയ ചലനങ്ങൾ എപ്പോഴും നടക്കുന്ന
ഒരു ജില്ല എന്ന രീതിയിൽ തിരുവനന്തപുരത്തിന് കേരളത്തിൻ്റെ തന്നെ തലസ്ഥാനമായ ജില്ല എന്ന രീതിയിൽ ഒരു വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളിലുമുള്ള എല്ലാ സ്ഥലത്തുമുള്ള ജനങ്ങളെക്കാൾ കൂടുതൽ തിരുവനന്തപുരത്തുള്ളവർക്ക് കുറച്ചുകൂടി രാഷ്ട്രീയത്തെക്കുറിച്ച് അവബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഒന്നും തിരുവനന്തപുരത്ത് വിലപ്പോകില്ല എന്ന് തന്നെയാണ്. ഏതായാലും നേമത്തൊന്നും രാജീവ് ചന്ദ്രശേഖർ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് അപർണയുമായി രംഗത്തിറങ്ങാൻ CPM-നെ പ്രേരിപ്പിച്ചതെന്ന് ആരും സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല. രാജീവ് ചന്ദ്രശേഖർ വന്ന അന്നു മുതൽ ഇന്ന് വരെ കേരള BJP-യിൽ വലിയ രീതിയിൽ വലിയ തോതിൽ ജനങ്ങളുടെ ഇടയിൽ അക്സെപ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർ BJP-യിലേക്ക് ചേക്കേറാൻ വേണ്ടി ഇരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി പ്രവർത്തകർ BJP-യിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് നമ്മൾ കാണണം. ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തു നിന്നും അത് പ്രധാനപ്പെട്ട നേതാക്കന്മാരും മുൻ MLA-മാരും നിലവിലെ MLA-മാരടക്കമുള്ളവർ BJP-യിലേക്ക് എത്തിച്ചേരുന്നു എന്നതിനെ ഒരിക്കലും കുറച്ച് കാണാൻ കഴിയില്ല. അത് തന്നെയാണ് CPM-ന്റെയും കോൺഗ്രസിന്റെയും പേടി. CPM-നെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചേ മതിയാവൂ. ഭരണമുള്ള ഏക സ്റ്റേറ്റ് ആണ്. വേറെ എവിടെയും ഒരിടത്തും ഭരണമില്ലാത്ത CPM-ന് ആ ഉള്ള കനൽ കാത്തു സൂക്ഷിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഇനി അടുത്തത് കോൺഗ്രസിനാണെങ്കിലോ 10 വർഷമായി കേരളത്തിൽ പ്രതിപക്ഷത്താണ്. ഇനി ഒരു 5 വർഷം കൂടി കേരളത്തിൽ ഭരണമില്ലാതെ തുടരാൻ കഴിയില്ല. അങ്ങനെയായാൽ മുഴുവൻ നേതാക്കന്മാരും ഏതെങ്കിലുമൊക്കെ പാർട്ടിയിലേക്ക് ചേക്കേറുന്ന അവസ്ഥയുണ്ടാകും. അത് ഉണ്ടാകാതിരിക്കാനാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസും CPM-ഉം ഒക്കെ ശ്രമിക്കേണ്ടത്. പകരം BJP-യെ ബദ്ധശത്രുവാക്കി പരസ്പരം ക്രോസ് വോട്ട് ചെയ്ത് രക്ഷ നേടാനല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ CPM-നും കോൺഗ്രസിനും ഒക്കെ നല്ലതാണ്. BJP-യെ BJP-യുടെ വഴിക്ക് വിടുക. അവർ വളർന്നുകൊണ്ടേയിരിക്കും. എത്രയൊക്കെ തടയാൻ ശ്രമിക്കുന്നോ, എത്രയൊക്കെ എതിർക്കാൻ ശ്രമിക്കുന്നോ, അത്രയേറെ ശക്തിയോടെ വളർന്നു വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി BJP മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.